എന്താ സ്വപ്നം കാണാണോ? ഏയ് ഓരോന്ന് ആലോചിച്ചങ്ങനെ. എന്നാ നമുക്ക് രണ്ടുപേർ കൂടി ഇരുന്ന് കുറച്ചു നേരം ആലോചിക്കാം. എക്സ്ക്യൂസ് മീ പേഷ്യന്റ്, ആ വാക്മാൻ തിരികെ കൊടുക്കണം. ഇത് 106 തൊണ്ടയ്ക്ക് ട്യൂമറായി വന്ന പേഷ്യന്റേതായിരുന്നു. അയാളിപ്പോ അതേ മരിച്ചു. ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് സാധനങ്ങൾ ബന്ധുക്കളെ ഏൽപ്പിക്കേണ്ട ചുമതല എനിക്കാ. നിന്നേ, തൊണ്ടയ്ക്ക് അസുഖം വന്ന് കിടക്കുന്ന ഒരു രോഗിയോടാണോ അതേ രോഗം വന്ന് മരിച്ച ഒരാളുടെ കാര്യം വന്ന് പറയുന്നത്? തൊണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ച പിന്നെ മണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ചെന്ന് പറയണോ? ഈ സാധനം തനിക്ക് തിരിച്ചു കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വേറെ കാരണം പറഞ്ഞാൽ പോരെ. ഭാവനാ സൃഷ്ടികൾ ഉണ്ടാക്കാൻ ഞാനൊരു നോവലിസ്റ്റ് അല്ല. ഒരു അറ്റൻഡർ ചിലപ്പോൾ നോവലിസ്റ്റും കവിയൊക്കെ ആകേണ്ടി വരും. വേണ്ട, കാഥികനും കൂടെ ആവാം. മിസ്റ്റർ, ദിവസം 4 എണ്ണം മരിക്കുന്ന ആശുപത്രിയാണത്. ഇപ്പൊ തന്നെ 208 ഒരു തള്ള പാൻക്രാസ് വീങ്ങി ചാവാൻ കിടക്കാണ്. അവർ ചാവുമ്പോ ഞാൻ റൂമിൽ വന്ന് പ്രസവിച്ചു എന്ന് പറയാം. എന്താ പോരെ? എന്താ കുന്തമുങ്ങിയോട് നോക്കുന്നത്? സത്യമായിട്ട് പറയുന്ന ഒരു അറ്റൻഡറാണ് ഞാൻ. അപ്പൊ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാലേ താൻ കല്യാണം കഴിക്കാൻ പോവല്ലേ? ആണെങ്കിൽ ആദ്യ രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു കൂവും. അയ്യേ, അത് മോശമല്ലേ? എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ളതല്ലേ ഗോപാൽജി? അങ്ങനെയും ചില സത്യങ്ങളുണ്ടോ? അതെന്ത് സത്യം? ജോൺസന് ബയോപ്സി ഉണ്ട്. ബി ബ്ലോക്കിലേക്ക് പോന്നോളൂ. എന്താ ഇത്? നോക്കി കണ്ട് നടന്നൂടെ? മുത്തച്ഛന് ഇപ്പൊ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സാറിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല മോളെ, ഒന്നും പറ്റിയില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാ. പെട്ടെന്ന് ഷുഗർ അല്പം കൂടിയോ എന്നൊരു സംശയം. എന്താ സദാശിവൻ നടന്നു വലിക്കണേ? വല്ലയിടത്തും കിടന്നു വലിച്ചാ പോരെ? ഗൾഫിലുള്ള അനിയന്റെ കത്ത് വല്ലതും വന്നോ? ഈ സമയത്താണോ വിശേഷങ്ങൾ അറിയണ്ടേ? അത് ഞാനിവിടെ എന്റെ ഗുരുവായൂരപ്പ രക്ഷപ്പെട്ട്. വെട്ടിക്കിടക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്? ആരും കൂട്ടിനില്ലാതെ കുന്തത്തേക്ക് ഓടി നടക്കാൻ ഇതെന്താ നെഹ്റു സ്റ്റേഡിയം ആണ്? അയ്യോ, എന്റെ കൊച്ചുമോള് തല്ലിക്കൊണ്ടുവന്നതാ. പെട്ടെന്ന് പിടിവിട്ടു പോയി. പിന്നെ ഒരു പോക്കായിരുന്നു. ഞാൻ വന്ന് രക്ഷിച്ചില്ലേ കാണാമായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിന്റെ ബേസ്മെന്റിൽ കിടന്നേനെ. അങ്ങ് ഒരു പോക്ക് പോയേനെ. ഓ, ഇയാളുടെ വർത്താനം കേട്ടോ ഓശാരത്തിലാണ് ചെയ്യുന്നത് തോന്നുമല്ലോ. വരുന്നതിന് പോകുന്നതിന് ശരിക്ക് എന്നെ പഠിക്കല്ലേ? പിന്നെന്താ? തന്നെ രക്ഷിച്ച എന്റെ കരണക്കുറ്റിക്ക് അടിക്കണം. പോയി കിടന്ന് ഉറങ്ങു മൂപ്പിന്നെ, നന്ദിയില്ലാത്ത ജന്തു. ആഹാ, താനൊരു ന്യായീകരണവും പറയണ്ട. എത്ര രൂപയുടെ നാശനഷ്ടങ്ങൾ താൻ ഉണ്ടാക്കിയത്? ഈ നിമിഷം തന്നെ പിരിച്ചു വിടേണ്ടതാ. ഒരു രോഗിയെ രക്ഷിക്കാനുള്ള തീവ്ര യത്നത്തിനിടയിൽ താൻ ഒരു രോഗിയെ രക്ഷപ്പെട്ട നോക്കിയ കാരണം ഇപ്പൊ എത്ര രോഗികൾ ഇന്റൻസീവ് ആണെന്ന് അറിയാമോ? അറിയാം സർ. മൊത്തം 7 പേർ. ഏകദേശം 10,000 രൂപയുടെ സാധനങ്ങളും നശിപ്പിച്ചു. അതുകൊണ്ട് അടുത്ത മാസം മുതൽ തന്റെ പകുതി ശമ്പളം കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർ, പവർ കട്ടും പണക്കെട്ടും കൂടി താങ്ങാനാവില്ല സർ. ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന എനിക്ക് പകുതി ശക്കള പരിപ്പോട വാക്കാൻ പോലും തികയില്ല. ഇന്നു മുതൽ വട തിന്നണ്ട, തനിക്ക് പോവാം. അപ്പൊ ശമ്പളം പാതിയെ തരൂ. ചിറ്റേടത്ത് ഹേമകുമാരി നിന്നെ കണ്ടൂന്ന് വെച്ച് ആ കുട്ടി നാട്ടിൽ ചെന്ന് നിന്റെ അപ്പച്ചനോട് വിവരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞാൽ അപ്പച്ചൻ വല്ലാണ്ട് വിഷമിക്കും. ചേടാ, ഇവന്റെ വർത്തമാനം കേട്ട ഏതാണ്ട് ചാകാൻ കിടക്കുന്ന രോഗിയെ പോലെ ഉണ്ടല്ലോ. അപ്പൊ ചറിഞ്ഞു തന്നെ ഇരിക്കട്ടെ. 2-3 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് മടങ്ങി പോകുന്നവരുടെ പ്രശ്നം തീർന്നില്ലേ? സത്യം പറയണം, 2-3 ദിവസം കൊണ്ട് ഭേദമാകുന്ന രോഗമാണെന്ന് ചേട്ടന് തീർത്ത് പറയാൻ കഴിയും. എന്നോടൊന്നും ഒളിച്ചു വെക്കണ്ട, എന്ത് തന്നെയാലും പറഞ്ഞോളൂ. കൈ വലിച്ചൊരെണ്ണം പൊട്ടിച്ചെന്നുണ്ടല്ലോ. പണ്ട് വടക്കം വരെ ഒരു ഗാനമേള വണ്ടി വൈകിച്ചെന്നതിന് സംഘാടകർ എനിക്കിട്ട് പൂശിയത് പോലെ ഇരിക്കും. 3 ദിവസം ഉണ്ടായിരുന്നു ഇടത്തേക്ക് അവളിൽ നീര്. എടാ കിഴങ്ങ, ഒരു ഫോർമാലിറ്റിക്ക് ചില ടെസ്റ്റുകൾ നടത്തുന്നേ ഉള്ളൂ. നീ ഒന്ന് ധൈര്യം കാണിക്ക്.
ഞാൻ പോയി നല്ല ചൂട് ചായ വാങ്ങിച്ചോണ്ടിരാം. വട വേണോ? വേണ്ടായിരിക്കും. ഇങ്ങനെ അനങ്ങാതെ വീർപ്പിച്ചിട്ടിരിക്കുന്നതാ കുഴപ്പം. ഒരു മൂളിപ്പാട്ടൊക്കെ പാട്. ഈ ഫിസിയോതെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തൊണ്ടയ്ക്കും വേണം ചെറിയ തെറാപ്പി. വണ്ടി തിരിച്ചിട്ടോ. സ്വാമി, നാളെ ചെങ്ങന്നൂർ ഒരു ഗാനമേള ഉണ്ട്. ഹാവു, അതാണോ? എല്ലാം മംഗളമായി വരും. അനുഗ്രഹിച്ചിരിക്കണോ? അനുഗ്രഹിച്ചാൽ മാത്രം പോരാ സ്വാമി, ഒന്ന് കടാക്ഷിക്കുകയും കൂടെ വേണം. കാര്യം എന്താ? ട്രൂപ്പിലെ പ്രധാന ഗായകൻ പ്രസാദ് മൈക്ക് സെറ്റുകാരൻ വാർണിയുടെ മോള് സെലീനയായിട്ട് ഒളിച്ചോടിപ്പോയി. ഫുൾ ട്രൂപ്പുമായിട്ട് അവിടെ ചെന്നില്ലെങ്കിൽ സംഘാടകർ എന്റെ എല്ലാവരും. കഷ്ടായി പോയല്ലോ. ഇനി എന്താ ചെയ്യാ? ഒരു ദിവസത്തേക്ക് സ്വാമി ഒന്നൊന്ന് പാടിത്തരണം. വെട്ടിത്തം പറയുന്നു. ഞാൻ ഗാനമേളയ്ക്ക് പാട്. അല്ല, സിനിമയിൽ വന്നിട്ടുള്ള ക്ലാസിക്കൽ പാട്ടുകൾ ഏതെങ്കിലും മതി സ്വാമി. അങ്ങനെ ധാരാളം പാട്ടുകളുണ്ടല്ലോ. എന്തോ മകാനോബ കൃഷ്ണ നീ ബേക്കന നിന്നു കോരി വന്ന നഗുമോ നിർത്തോ. കുഴപ്പമില്ല, ഒരു ദിവസത്തേക്കല്ലേ സ്വാമി, ജനം ക്ഷമിച്ചോളൂ. ക്ഷമിക്കേ? അല്ല, പ്രസാദ് വരാത്ത ജനം ക്ഷമിച്ചിട്ട് സ്വാമിയുടെ പാട്ട് ആസ്വദിച്ചോളൂ എന്ന്. ഇങ്ങനെയുള്ള സദസ്സുകളൊന്നും ഞാൻ പാടാറില്ലെന്ന് തനിക്ക് അറിയില്ലേ? താൻ പൊക്കോളൂ. ശരി സ്വാമി, ഞാൻ പോവാം. നാളെ രാവിലത്തെ പത്രത്തില് എന്റെ ചരമ വാർത്ത കണ്ടാൽ സ്വാമി ഞെട്ടരുത്. പറ്റുമെങ്കിൽ 1-2 ചെമ്പരത്തി പൂക്കൾ എന്റെ ഡെഡ് ബോഡി വെച്ചേക്കണം. നിക്ക, തൽക്കാലം എന്റെ ശിഷ്യനെ വിട്ടുതരാം. എന്താ? വണ്ടി നിർത്ത്. അതാണ് ആള്. ശ്രീകൃഷ്ണ ഭഗവാന് ഗോക്കള മേയ്ക്കാനും പാട്ട് പാടാനും ഒക്കെ അറിയാമായിരുന്നു. ഇവനെ കണ്ടിട്ട് ചാണകം വരാനേ കൊള്ളാവുന്നാ തോന്നുന്നത്. പിന്നെ സ്വാമി പറഞ്ഞല്ലേ, എന്തെങ്കിലുമൊക്കെ കോപ്പ് കൈ കാണും. ഇത് കുത്തുവോ? ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അടിപൊളി ആയിമൂട്ടി കേട്ട് കാണും. ധാരാളം കേട്ടിട്ടുണ്ട്. താങ്ക് യു. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയിലോ? നെല്ലിക്കുന്ന് കൊലക്കേസിൽ 1-ാം പ്രതിയല്ലേ? അയ്യോ, അത് വേറെ. ഞാൻ സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണറാ. മാപ്പിള പാട്ടിന്റെ 25ഓളം കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ തമിഴ് ഹിന്ദി പാട്ടുകൾ പാടുന്നത് ഞാനാ. എന്റെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ ഒരു അവസരം തന്നാൽ, പേരെന്താ പറഞ്ഞത്? റാഫേൽ. റാഫേലിന് ജീവിതകാലം മുഴുവൻ എന്നോട് കടപ്പാട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ട്. തെറ്റുണ്ടെന്ന്. കാരണം ഗാനമേളയ്ക്ക് പാടാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഈ ഗാനമേളകളിലൂടെയാണ് ഗായകന്മാര് വളരുന്നതും ഉയരുന്നതും. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുക. അത് നിർത്തണമെന്ന് ആര് പറഞ്ഞു? ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ അടുത്തുള്ളവർക്ക് ലളിത സംഗീതം വളരെ എളുപ്പമായിരിക്കും. പ്ലീസ്, ഇനിയുള്ള കാര്യം പറയാലോ. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ എന്റെ ട്രൂപ്പിലെ മെയിൻ സിംഗർ മുങ്ങി. റാഫേൽ എന്നെ ഒന്ന് രക്ഷിക്കണം. രാമസ്വാമി ഭാഗവതർ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. സ്വാമി, ആ കന്നാലി ഇതേവരെ വീട്ടിൽ വന്നിട്ടില്ല. സ്വാമി കണ്ടോന്? റാഫേലെ, ആ ഗാനമേളക്കാരുടെ കൂടെ പാടാൻ പോയി കാണും. ഗാനമേളക്കാരോട് പാടാൻ പോയേക്ക? അവനെ ഞാൻ ഇന്ന് കൊല്ലൂട്ടോ. പാടാൻ പോയിക്കേ. മാത്രമല്ല, ഇങ്ങനെ ഒരു ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് കലാപ്രേമികളായ നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണമായ പിന്തുണ അത്യാവശ്യവുമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. അടുത്തതായി എനിക്ക് സിദ്ദിഖ് സാറിനെ ഒന്ന് കാണണം. അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് ബന്ധുവാണ്. തിരക്കിനിടയിലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. എന്താ എന്നാ ഇനി മദ്രാസിലേക്ക്? നാളെ രാവിലെ. അടുത്ത പടത്തിന്റെ കാര്യം? ഒന്നും തീരുമാനമായിട്ടില്ല ഇതുവരെ. പാർട്ടി കഴിഞ്ഞ് പോയപ്പോ? അയ്യോ വേണ്ട, അപ്പൊ പോയിട്ട് വരാം. ശരി, ഓക്കെ. ഞാൻ അടിപൊളി അയിമൂട്ടി ഈ ട്രൂപ്പിന്റെ ഓണറാ. അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സാറിന്റെ പടത്തിൽ ഒരു ചാൻസ്. ഓക്കെ, ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യാം.
എന്താ ഇത്? ധൈര്യമായിരിക്കും, പടച്ചോൻ സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട് വരും. ആ പിന്നെ നിന്റെ പേരൊരു പ്രത്യേക വെയിറ്റ് കൊടുത്ത് അനൗൺസ് ചെയ്യാൻ പോണേ. അതൊക്കെ നോക്കിക്കോ. പ്രിയമുള്ളവരെ, ഈ വേദി ഞങ്ങൾക്കിവിടെ ഒരുക്കി തന്ന സാഗരയ്ക്കും നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ അടിപൊളി നമസ്കാരം. കൊച്ചിൻ സെഞ്ചുറിയുടെ ഗാനമേള ആരംഭിക്കുകയാണ്. ആദ്യ ഗാനം ആലപിക്കുന്നത് പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന യുവഗായകൻ മുഹമ്മദ് റാഫേൽ. താങ്ക് യു. റാഫേൽ, എന്തായി അനൗൺസ് ചെയ്തത്? അതൊക്കെ ഒരു ടെക്നിക്കാണ്. നീ ചെല്ല. Ready? 1, 2, 3, 4. അതാരാണെന്ന് അറിയോ? എന്റെ മോനാ, എന്റെ മോൻ. റാഫേലേ, മോനെ റാഫേലേ. എന്താ പച്ചാ? മേടിച്ചു നിൽക്കാണ്, പിടിച്ചിറക്കി കൊടുന്ന പിശാചേ. കാശ് കിട്ടില്ലോ? പോകണോ? നീ എന്തുട്ടാ പന്തങ്ങണ്ട പെരിച്ചായനെ പോലെ നോക്കി നിക്കണേ? അതങ്ങട്ട് തുറക്കണ ശവി. ഈ പിയാനോ നിനക്കുള്ളതാ. ഇനി ഇതും കൊട്ടി കൂടി ഇരുന്നോളണം. ഇറച്ചിക്കടയിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പോട്ടി അരിഞ്ഞ പട്ടിക്കാ കൊടുക്കും. എടാ, എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയ അതിലൊരു ശ്രദ്ധ വേണം. അല്ലാണ്ട് കന്നാലയുടെ തോലും കരി കടന്നാ പോരാ. നിങ്ങളത് നോക്കേ, മനസ്സിലാവുണ്ടോ നിനക്ക്? ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ? ഇതല്ലേ വീട്? റാഫേൽ, റാഫേൽ, റാഫേൽ. എന്തുകൊണ്ടാ അവനെ വീട്ടിലിരുത്തി 4 ലക്ഷം പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കില്ലേ? പുതിയ പിയാനോ പാടിച്ചോണ്ടിരിക്കയാണ്. ഇപ്പൊ ശല്യം ചെയ്യണ്ട. ആഹാ, എന്താ ഇത് എല്ലാരും കൂടി? എടാ, നമ്മുടെ ഓഫീസിൽ കമ്പി ഒന്നും. കമ്പി വന്നെങ്കിൽ ഇവിടെ അട്ടിയുണ്ട് മറിയുണ്ട്. അവരെ വിളിച്ച് ലോറി നിറക്കാൻ നോക്ക്. എന്തുകൊണ്ടാ അവനെ വിളിക്കണേ? അയ്യോ ചേട്ടാ, ആ കമ്പിയല്ല, മദ്രാസിന്ന് ദാ ടെലിഗ്രാം. റാഫേലിന് സിനിമയിൽ പാടാൻ ചാൻസ് വന്നിരിക്കുന്നു. സിനിമേല ആ നേരണ. ആ നേരന്ന്. സിനിമയിലൊക്കെ പാടി വലിയ ആളായി കഴിയുമ്പോ ഈ പാവങ്ങളൊക്കെ മറന്നുകളയോ ആവോ? കളിയാക്കണ്ട. ചിറ്റയെടുത്ത മാധവ മുതലാളിയുടെ മോള് കശാപ്പുകാരന്റെ മോനെ മറന്നു കളയാണ്ടിരുന്നാ മതി. മറന്നുകളയാനായിരുന്നെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്ത് കൂടെ കൂടുന്നായിരുന്നോ? നല്ല കാര്യത്തിനാന്ന് വെച്ചാലും പോണെന്ന് കേട്ടപ്പോ മനസ്സിന് എന്തോ ഒരു വിഷമം. അതിന് ഞാൻ അവിടെ സ്ഥിരതാമസമാക്കാനെന്നല്ലോ പോകുന്നത്. അദ്ദേഹം ക്ഷണിച്ചു, പോകുന്നു. പരാജയം ഉറപ്പാക്കി ഉടനെ ഞാനിങ്ങ് വരില്ലേ? ഏയ് ഇല്ല, ഒക്കെ നന്നാവുള്ളൂ. എനിക്കറിയാം. റാഫേൽ ഒരു വലിയ പാട്ടുകാരനാവാൻ ഭഗവതിയോട് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ആരാധകന്മാരൊക്കെ ഉണ്ടാവുമ്പോ മറക്കരുതെന്നൊരു അപേക്ഷയുള്ളൂ. മദ്രാസിൽ എത്തിയാൽ ഉടനെ വിവരത്തിന് പള്ളിമേടലേക്ക് ഫോൺ ചെയ്യുന്നട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മോനെ തന്നെ ഏൽപ്പിക്കുക. എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. കാർലോസ് ചേട്ടാ ഒന്ന് പേടിക്കാണ്ടിരിക്കുക. കൂട്ടം തെറ്റി പോകാൻ ഇവനെന്താ ആട്ടിൻകുട്ടിയാണോ? അവിടെ ചെന്നിട്ടുള്ള കുളി ചൂടുവെള്ളത്തിലാക്കിയാ മതി. വെള്ളം മാറി കുളിച്ച് ശീലമില്ലാത്തല്ലേ. സ്വരശുദ്ധി നോക്കണം. ഇത് ഇത്തിരി പോരേ ഉള്ളൂ, അച്ഛന് വേറെ തരാം. എന്റെ പൊന്ന് കാർലോസ്, തനിക്ക് ഇന്നെങ്കിലും കുടിക്കാതിരുന്നു കൂടെ? ആ ചെക്കനോട് നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇത് ഞാനൊരു മദ്യപാനം. എല്ലാറ്റിലും വലുത് മദ്യല്ലേ, പിന്നെങ്ങനാ? അതുകൊണ്ടല്ലോ ഈ കന്നാലിനെ പിരിഞ്ഞ് ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ലേ. പോണതാണെങ്കിലും ഒരെത്തും പിടിയില്ലാത്ത നാട്ടിലേക്കും എങ്ങനെ ഒരു മനസ്സമാധാനം ഉണ്ടാവുക? അപ്പച്ചൻ വിഷമിക്കണ്ട. റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഉടൻ ഞാൻ തിരിച്ചു വരില്ലേ? മതി, ഇനി സംസാരിച്ചോണ്ടിരുന്ന ട്രെയിൻ അങ്ങ് പോകും. വരട്ടെ. അപ്പച്ചൻ പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ല. ശരി. എരിഞ്ഞു മൂകവേദനയിൽ പ്രഭാ
പ്രഭാമയം എന്റെ ഹർഷങ്ങൾ, പ്രഭാമയം എന്റെ ഹർഷങ്ങൾ, വ്യഥാപരിശൂന്യ നിമിഷങ്ങൾ, സുധാരസരമ്യയാമങ്ങൾ, വ്യഥാപരിശൂന്യ നിമിഷങ്ങൾ, സുധാരസരമ്യയാമങ്ങൾ. ഒരു മിനിറ്റ്. ബുധനാഴ്ച എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പുതിയ ആളെ വെച്ചൊരു പരീക്ഷണം വേണോ? നമുക്ക് കഴിഞ്ഞ സെറ്റപ്പ് തന്നെ പോരെ? ആ പയ്യൻ നന്നായിട്ട് പാടും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. ശരി, സാറിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ. ആ നമുക്ക് ടേക്ക് ട്രൈ ചെയ്താലോ? ആ റെഡി സർ. സൈലൻസ് പ്ലീസ്. സൈലൻസ്. സ്റ്റാർട്ട്. റോളിംഗ്. 1 2 3 4. ഹലോ, ഞാൻ മദ്രാസിൽ നിന്ന് അടിപൊളിയാ സംസാരിക്കുന്നത്. അടുത്ത നോട്ടീസില് സിനിമാ പിന്നണി ഗായകൻ റാഫേൽ നയിക്കുന്ന ഗാനമേളന്ന് പ്രത്യേകം വച്ചേക്കണം. ആ, പയ്യന്നൂർ തമ്പാനെയും തൃശൂർ പൂനൻ റഹീമിനെ വിളിച്ച് പറഞ്ഞേക്ക്. കൊട്ടിയം ഷാനുവോ വിളിച്ചോ. ആ, പിന്നെ ട്രിവാൻഡ്രം രാജനെ ഒന്ന് ഡയൽ ചെയ്തേക്ക്. അത് പറ്റില്ല, 25,000 രൂപയിൽ ഒരു പൈസ കുറഞ്ഞാ ഞാൻ പ്രോഗ്രാം തരില്ലെന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. അതെ, സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇന്ന് രണ്ടാമത്തെ പടത്തിന്റെ റെക്കോർഡിംഗ് കോതണ്ട പണി വെച്ച് നടക്കുക. ഐ എം വെരി ബിസി. ഞാൻ പിന്നെ വിളിച്ചോളാം. ആ, ഹലോ, ഒരു നിമിഷം സാർ. മ്യൂസിക് ഡയറക്ടർ ഗോവിന്ദരാജ സാർ. പാക്കട്ടെ സാർ. சார் 17th ரெக்கார்டிங் இருக்கு சார் ஏவிஎம் சில. ஒரு நிமிஷம் சார். சார் 18th ஓகே சார். 18th ஃப்ரீ ஃபிக்ஸ் பண்ணுங்க சார். ஓகே சார், தேங்க் யூ சார். பாத்தையா, ஒரு டயரி வாங்கினதே. ஒரு டயரி வாங்கிச்சு எത്ര നന്നായില്ലേ.